നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച മിനിമം വരുമാനം പദ്ധതി നടപ്പാക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശേഷിയുണ്ടെന്ന് മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം. 5 കോടി കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതി. ഘട്ടങ്ങളായിട്ടാകും പദ്ധതി നടപ്പിലാക്കുക. ഓരോ ഘട്ടവും നടപ്പാക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച പോലെ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്ന് എല്ലാ സാമ്പത്തിക വിദഗ്ധരും സമ്മതിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും കേന്ദ്ര സർക്കാരിന്റെ ചെലവും പരിശോധിച്ചാൽ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. ദരിദ്രർക്കുള്ള ICDS പോലുള്ള പദ്ധതികൾ ഉപേക്ഷിക്കില്ല. നിലവിലുള്ള ഒരു പദ്ധതിയും ഉപേക്ഷിക്കാതെയാണ് പുതിയ പദ്ധതി നടപ്പാക്കുക. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. പ്രത്യേക സാമ്പത്തിക സാമൂഹിക ലക്ഷ്യത്തോടെയുള്ള സബ്സിഡികൾ ഒഴിവാക്കുകയില്ലെന്നും ചിദംബരം പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഓരോ പൗരന്മാർക്കും 15 ലക്ഷം നൽകുമെന്ന് പറഞ്ഞപ്പോൾ ആരും കണക്ക് ചോദിച്ചിരുന്നില്ല. കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന് മോദി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതും സംഭവിച്ചില്ല. ഇക്കാര്യത്തിലും ആരെങ്കിലും കണക്കുകൾ ചോദിച്ചിരുന്നോ എന്നും ചിദംബരം ചോദിച്ചു. പ്രതിവർഷം 72,000 രൂപ വരെയാണ് ദരിദ്ര കുടുംബങ്ങൾക്ക് പദ്ധതി വഴി നൽകുക. മാസത്തിൽ ചുരുങ്ങിയത് 6,000 രൂപ നൽകും. ഓരോ മാസവും ദരിദ്ര കുടുംബങ്ങൾക്ക് 12,000 രൂപ വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാണ് പദ്ധതി. പ്രതിവർഷം 72,000 രൂപയാണ് 5 കോടി കുടുംബങ്ങൾക്ക് നൽകുക. ഇതോടൊപ്പം ആനുപാതികമായി നികുതി വരുമാനം വർദ്ധിക്കും. GDP ഉയരും. ചില നികുതികൾ ഒഴിവാക്കപ്പെടും. ചില നികുതികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നും ചിദംബരം വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.